പുരാതന കാലത്ത് നിർമ്മിച്ച പല നിർമ്മിതികളും ആധുനിക ലോകത്തെ മനുഷ്യർക്കും ഗവേഷകർക്കും ഒരു നിഗൂഢതയായിരുന്നു. എക്കാലത്തും അത് മനുഷ്യനെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരമൊരു നിർമ്മിതിയാണ് നൂറ്റാണ്ടുകളായി തലയുയർത്തി നിൽക്കുന്ന ഈജിപ്തിലെ വലിയ പിരമിഡുകൾ. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കൂറ്റൻ നിർമ്മിതി പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് പരിമിതമായ ഉപകരണങ്ങൾ വെച്ച് എങ്ങനെ ഇത്രയും വലിയ ഒരു നിർമ്മിതി പണി കഴിപ്പിച്ചു എന്നത് ചുരുളഴിയാത്ത ഒരു രഹസ്യമായിരുന്നു. 20-ാം നൂറ്റാണ്ടിലാണ് പിരമിഡുകളെക്കുറിച്ചുള്ള രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയത്. ധാരാളം ഗവേഷകർ ഉത്സാഹത്തോടെ പിരമിഡുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ മുന്നിട്ടിറങ്ങിയതും 20-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. ഈജിപ്തിലെ പിരമിഡുകൾ ബഹിരാകാശത്തു നിന്നുള്ള അന്യഗ്രഹ ജീവികളുടെ പിൻബലത്തോടെ നിർമ്മിച്ചതാണെന്ന് പല സിദ്ധാന്തങ്ങളും പറയുന്നുണ്ട്. ഈജിപ്ഷ്യൻ ഫറവോമാർക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്നാൽ അത്തരം സിദ്ധാന്തങ്ങൾ വെറും കെട്ടുകഥകളായിരുന്നു. ശാസ്ത്രലോകം അതെല്ലാം തന്നെയും നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഈജിപ്ഷ്യൻ പിരമിഡുകൾ തൊഴിലാളികളാൽ പണിതതാണെന്ന് പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഉറപ്പുണ്ട്. എന്നാൽ അവ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിന് ചരിത്രപരമായ തെളിവുകൾ കുറവാണ് എന്നതാണ് സത്യം. ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെയാണ് പിരമിഡ് നിർമ്മാണത്തിനായി അടുക്കി വെച്ചത് എന്നത് സംബന്ധിച്ച് ഇന്നും പല തർക്കവാദങ്ങൾ നടക്കുന്നുണ്ട്. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഒരു കാര്യം പിരമിഡിനെ സംബന്ധിച്ച ഒരു രഹസ്യത്തിന്റെ ചുരുളഴിച്ചു. ആ രഹസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് മണലിനടിയിൽ കണ്ടെത്തിയ നൈൽ നദിയുടെ ശാഖയാണ്. 64 കിലോമീറ്റർ നീളത്തിൽ നൈൽ നദിയുടെ ഒരു ശാഖ ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തുന്നു. നോർത്ത് കരോലീന വിൽമിംഗ്ടൺ സർവകലാശാലയുടെ പഠനമനുസരിച്ച് സഹസ്രാബ്ദങ്ങളായി ഇത് മരുഭൂമിയിലും കൃഷിയിടങ്ങളിലും മറഞ്ഞിരുന്നതായിരുന്നു. ഈജിപ്തിലെ 31 പിരമിഡുകൾക്ക് സമീപത്തു കൂടിയാണ് നദിയുടെ ശാഖ ഒഴുകുന്നതെന്ന് പഠനം പറയുന്നു. പിരമിഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ കൂറ്റൻ കല്ലുകൾ കടത്തിയത് ഈ നദിയിലൂടെയാണെന്നും ഗവേഷകർ പറയുന്നു. 4700 വർഷങ്ങൾക്ക് മുൻപ് ഭീമാകാരമായ പിരമിഡുകൾ നിർമ്മിച്ചത് എങ്ങനെയായിരുന്നുവെന്നത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നില്ല. പലതരം സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നു അതിന് ബലം കൊടുത്തിരുന്നത്. എന്നാൽ നൈൽ നദിയുടെ ഈ ശാഖകളുടെ കണ്ടെത്തൽ, ഈ പുതിയ കണ്ടെത്തൽ പിരമിഡ് നിർമ്മാണം എങ്ങനെയായിരുന്നു നടത്തിയതെന്ന് ശാസ്ത്രലോകത്തിന് തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു. റഡാർ സാറ്റലൈറ്റ് ഇമേജറിയാണ് ഈ നദി മാപ്പ് ചെയ്യാനായി ഗവേഷകർ ഉപയോഗിച്ചത്. മണലിന്റെ ഉപരിതലത്തിൽ നിന്ന് അടിയിലേക്ക് തുളച്ചു കയറാനും പുരാതനമായ നദികൾ ഉൾപ്പെടെയുള്ള മറഞ്ഞിരിക്കുന്ന സവിശേഷ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള അതുല്യമായ കഴിവ് റഡാർ സാറ്റലൈറ്റ് ഇമേജിങ്ങിനുണ്ട്. നോർത്ത് കരോലീന വിൽമിംഗ്ടൺ സർവകലാശാലയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇപ്രകാരമാണ്: പല പിരമിഡുകൾക്കും അഹ്റാമത്ത് ശാഖയുടെ നിർദ്ദിഷ്ട നദീതീരത്ത് അവസാനിക്കുന്ന പാതകളുണ്ട്. ഇത് പിരമിഡ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവാണ്. പലർക്കും പിരമിഡുകളും ക്ഷേത്രങ്ങളും പോലുള്ള വലിയ സ്മാരകങ്ങൾ നിർമ്മിക്കാൻ ഈജിപ്തുകാർ ഒരു ജലപാത ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ ആർക്കും സ്ഥലത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നാൽ നോർത്ത് കരോലീന സർവകലാശാലയുടെ ഗവേഷണം നൈൽ നദിയുടെ പുരാതനമായ ശാഖകളിലൊന്നിന്റെ ആദ്യ ഭൂപടം വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇന്നുവരെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സിദ്ധാന്തം പറയുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ വലിയ കല്ലുകൾ നീക്കാൻ നനഞ്ഞ മണൽ ഒരു ലൂബ്രിക്കന്റായി ഉപയോഗിച്ചിരുന്നുവെന്നാണ്. കല്ലുകൾ പിരമിഡ് നിർമ്മാണ സ്ഥലത്തേക്ക് മാറ്റാൻ റാമ്പുകൾ ഉപയോഗിച്ചിരിക്കാമെന്നും തെളിവുകൾ സൂചിപ്പിക്കുന്നു. 2.3 ദശലക്ഷം കല്ലുകൾ കൊണ്ടാണ് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈജിപ്ഷ്യൻ ഫറവോമാർ തങ്ങളുടെ മരണാനന്തര ജീവിതത്തിൽ ദൈവങ്ങളായി മാറുമെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാൽ അവർ ശവകുടീരങ്ങളായി പിരമിഡുകൾ നിർമ്മിക്കുകയും മരണശേഷം അടുത്ത ലോകത്തിലേക്ക് തങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പിരമിഡിൽ നിറയ്ക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തെ പിരമിഡിന്റെ നിർമ്മാണം BC 2550 ഫറവോ ഖുഫു ആണ് ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ BC 2520 രണ്ടാമത്തേത് നിർമ്മിക്കുന്നു. അതല്പം ചെറിയ പിരമിഡായിരുന്നു. ഈ പിരമിഡ് വളരെ പ്രശസ്തമാണ്. മൂന്നാമത്തെ പിരമിഡ് BC 2490 ഫറവോ മെൻകൗർ ആണ് നിർമ്മിച്ചത്. അത് ആദ്യ രണ്ടെണ്ണത്തേക്കാൾ ചെറുതുമാണ്. എന്നാൽ കൂടുതൽ സങ്കീർണമായ ഉള്ളറകൾ ഈ പിരമിഡിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി 3871 വർഷക്കാലമാണ് പിരമിഡ് ആ റെക്കോർഡ് കാത്തു സൂക്ഷിച്ചത്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് യഥാർത്ഥത്തിൽ പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഈജിപ്ഷ്യൻ ഫറവോന്മാരുടെ പുരാതന രഹസ്യങ്ങൾ ഇന്നും ആ നിർമ്മിതികളിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗവേഷകർക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവശേഷിക്കുന്നു.